ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്ക്വയർ യോക്ക് വെച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാനിതിന് ഒരു പീസ് ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 9 ഇഞ്ച് ലെങ്ത്തും 10 ഇഞ്ച് വിഡ്ത്തും ഉള്ള ഒരു പീസ് ക്ലോത്താണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് 4ആയിട്ട് മടക്കാം. മടക്കി വരുമ്പോൾ അതിൻ്റെ ലെങ്ത്ത്, അതായത് താഴേക്കുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചും സൈഡിലേക്ക് 4.5 ഇഞ്ചുമാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്കതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ യോക്ക് കട്ട് ചെയ്യില്ലേ, അതാണിത്. 1.25 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് 2 ഇഞ്ചാണ്. ഞാനിപ്പോൾ അവിടെ മാർക്ക് ചെയ്ത് വെച്ചതുകൊണ്ടാണ് രണ്ടാമത് മാർക്ക് ചെയ്യാത്തത്. 2 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും 1.25 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്തും മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്വയറായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ആ കറക്റ്റ് സ്ക്വയർ വരച്ചേക്കണില്ലേ, അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഇനി വേണ്ടത് ഇതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്യുക, അതായത് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരും കേട്ടോ, നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഭാഗം. ഇനി നമുക്ക് അവിടെ ഒരു പടി പിടിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ ഉടുപ്പിൻ്റെയൊക്കെ ബാക്ക് സൈഡിൽ പടി പിടിപ്പിക്കില്ലേ, അതുപോലെ തന്നെ ഹുക്കും മയ്യും ഒക്കെ വയ്ക്കാനായിട്ട് നമ്മളിവിടെ പ്രസ് ബട്ടണാണ് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പടി 2 സൈഡിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യോക്കിന് വേണ്ടിയിട്ട് ഒരു പീസ് ലൈനിങ് കൂടെ വേണം. നിങ്ങൾ എടുക്കുമ്പോൾ സെയിം കളറിലെ ലൈനിങ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കളർ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഉള്ളിലുള്ള ആ സ്ക്വയറും വെളിയിലുള്ള സ്ക്വയറും ഒരേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഒന്നും ചെയ്യേണ്ട, ഓപ്പണായിട്ട് ഇട്ടേക്കുക. അതിൽ കൂടെ വേണം നമുക്ക് ഈ ഒരു ക്ലോത്ത് മുഴുവൻ നല്ല വശം തിരിച്ചെടുക്കാനായിട്ട്. അതിന് ശേഷം വേണം ഈ പടി പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്ക്വയർ യോക്കിന് ചുറ്റും കുറച്ച് ഫ്രിൽസ് വരുന്നുണ്ടല്ലോ, ആ ഫ്രില്ല് വയ്ക്കാനായിട്ട് നമ്മൾ ഈ 3 പീസ് ക്ലോത്ത് വേണം ഇതുപോലത്തെ. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ എന്ന് പറയാം 21 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്ത് താഴേക്ക് വരുന്നത് 3.5 ഇഞ്ചുമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ 3 പീസ് നമുക്ക് വേണം. ആ സ്ക്വയറിൻ്റെ ചുറ്റും നമുക്ക് ഫ്രിൽസ് പോലെ വയ്ക്കാനായിട്ട് അതുപോലത്തെ 3 പീസ് ക്ലോത്ത് എടുക്കുക. 21, 3.5 ഇഞ്ച് വിഡ്ത്തുള്ള. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഒരു പോർഷൻ വേണം. അപ്പോൾ അതിൻ്റെ താഴേക്കുള്ള ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 10 ഇഞ്ചും സൈഡിലേക്ക് ഉള്ള വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 28 ഇഞ്ചുമാണ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ 2 എണ്ണം വേണം. അതായത് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് 2 പീസ് സ്കേർട്ടിനായിട്ടുള്ള പോർഷൻ എടുക്കുക. 28 ഇഞ്ച് വിഡ്ത്തും 10 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുക. നമ്മൾ താഴേക്ക് കുറച്ച് ഫ്രില്ല് പോലെ വരുന്നുണ്ട് കേട്ടോ, ഒരു 3 ഇഞ്ചിൻ്റെ ഫ്രില്ല് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ 10 ഇഞ്ചിലെടുത്തത്. അല്ലെങ്കിൽ നമുക്ക് 13 ഇഞ്ചിലെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുപോലത്തെ 2 പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ അരികുകളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വയ്ക്കുക കേട്ടോ. ഒരേപോലെ മടക്കി വെച്ചിട്ട് ശേഷം ആ ഒരു ഓപ്പൺ സൈഡില്ലേ, ആ ഓപ്പൺ സൈഡിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാറ്റി മാർക്ക് ചെയ്യുക. അതുപോലെ താഴേക്കും 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. നമ്മൾ ആം ഹോൾ വരച്ചിട്ടില്ലേ, അതുപോലെ തന്നെ. അത് ആം ഹോളാണ്. ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ കുറച്ച് ഫ്രില്ല് വരുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഫ്രില്ലിന് സാധാരണ നമ്മൾ എടുക്കുന്നത് താഴത്തെ പാർട്ടിൻ്റെ എത്രയാണോ നീളം എന്ന് വെച്ചാൽ അതിൻ്റെ 3 ഇരട്ടിയല്ലേ. അപ്പോൾ താഴത്തെ പാർട്ടിന് ഞാൻ അളന്ന് നോക്കിയപ്പോൾ എനിക്കൊരു 50 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് തുണിയില്ലാത്തത് കാരണം നമ്മളൊരു 100 ഇഞ്ച് വിഡ്ത്തും 3.5 ഇഞ്ച് ലെങ്ത്തും, താഴേക്ക് 3.5 ഇഞ്ചും സൈഡിലേക്ക് 100 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. 100 ഇഞ്ച് എന്ന് പറയുമ്പോൾ അധികമൊന്നുമില്ല. നിങ്ങൾ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുത്താലും മതി. എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക. പിന്നെ 2 ക്രോസ് പീസ് വേണം. നമ്മുടെ ആം ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് 2 ചെറിയ ക്രോസ് പീസുകളും വേണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇത്രയും കട്ടിങ്ങാണ് നമുക്ക് ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഞാൻ ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ നല്ല വശവും മെയിൻ പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഉള്ളിലുള്ള സ്ക്വയറും വെളിയിലുള്ള സ്ക്വയറും ഒരേപോലെ 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കുക കേട്ടോ, അത് തിരിച്ചിടാൻ എളുപ്പത്തിനായിട്ട്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ തുണി കട്ട് ചെയ്യാം, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഞാൻ പുറമേക്കുള്ളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഉള്ളിലുള്ള ആ സ്ക്വയറും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് ഉള്ളിൽ തുണി കണ്ടോ വൈറ്റ് കളറിൽ, ആ തുണിയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. സെയിം കളറുള്ള ലൈനിങ് എടുക്കുക കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ. എന്നിട്ട് ഞാൻ ആ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് തിരിച്ചിടണം. ഈ തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ തയ്ക്കണ്ടെന്ന് പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ കോർണറൊക്കെ നല്ല ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കത്രികയോ അല്ലെങ്കിൽ പിന്നോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നിവർത്തിയിടുക. അതായത് കോർണർ കറക്റ്റാക്കി വയ്ക്കുക. ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. എന്നിട്ട് വേണം നമുക്ക് ഈ 2 പീസ് തുണി എടുത്ത് വെച്ചിട്ടില്ലേ പടി വയ്ക്കാനായിട്ട്, അത് വെക്കാനായിട്ട്. അപ്പം അതിനധികം ബുദ്ധിമുട്ടൊന്നുമില്ല, അതെല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് അത് കാണിക്കാത്തത്. അപ്പോൾ ഒന്നൊന്നിൻ്റെ മുകളിലേക്ക് കയറിയിരിക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഒന്ന് താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ഫ്രില്ല് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്രില്ലിൻ്റെ കാര്യം നോക്കാം, എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ 3 പീസ് തുണി എടുത്തു എന്ന് പറഞ്ഞു. 21 ഇഞ്ച് വിഡ്ത്തും 3.5 ഇഞ്ച് ലെങ്ത്തും. ആദ്യം നമ്മൾ ഈ പല കഷ്ണങ്ങളായിട്ടാണെങ്കിൽ അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ പല പീസുകളായാലും കുഴപ്പമില്ല, നമുക്കെല്ലാം കൂടെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രില്ലിട്ടെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇനി ഈ കളർ തന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഏതെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ എടുത്താലും മതി. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗം ഒരു 1/4 ഇഞ്ചിൽ ഞാനൊന്ന് മടക്കി അടിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്രില്ലിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഈ ലോങ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഫ്രില്ലിട്ടെടുക്കും കേട്ടോ. നൂല് വലിച്ച് നമ്മൾ ഫ്രില്ലിടുമല്ലോ, അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാൻ പിന്നെ ഇത് ഒരു രീതിയിൽ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഫ്രില്ല് കിട്ടും. മറ്റേതൊക്കെ ആകുമ്പോൾ നമ്മൾ ഫ്രില്ല് ഇട്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് തികഞ്ഞില്ലെങ്കിൽ അഴിക്കേണ്ടതായിട്ടൊക്കെ വരും. ഇതാകുമ്പോൾ പിന്നെ അങ്ങനെ പ്രശ്നം വരുന്നില്ല. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 4 സൈഡിലും വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി വേണ്ടത് നമുക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. ചെറിയ ക്രോസ് പീസ് മതി കേട്ടോ, കാരണം ഒരു കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചെറുതായിട്ട് മതി. എന്നിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ പറയേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഫ്രില്ലിട്ടെടുക്കുക. 2 സൈഡും നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട്. ഒരു പീസാണിത്. ഇനി നമ്മുടെ യോക്ക് പോർഷൻ എടുത്ത് വയ്ക്കുക. യോക്ക് പോർഷൻ്റെ നല്ല വശവും നമ്മുടെ ഈ ഒരു സ്കേർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വയ്ക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയത് കേട്ടോ, എങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം ഈ രീതിയിൽ വയ്ക്കുക. അപ്പോൾ ആ സ്ക്വയർ വരുമ്പോൾ കാണാമല്ലോ, ആ കോർണർ വരുമ്പോൾ ആ കോർണറും നമ്മുടെ ആ ഒരു ആം ഹോൾ വരുന്ന ഭാഗവും കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, അതുപോലെ ഇരിക്കും. ഇനി അടുത്ത സൈഡ് ഇതുപോലെ ഫ്രില്ലിട്ടെടുക്കുക. ഇത് ഞാൻ സാധാരണ പോലെ കേട്ടോ ഫ്രില്ലിട്ടെടുക്കുന്നത്, നൂല് വലിച്ചിട്ടല്ല, സാധാരണ പോലെയാണ് ഫ്രില്ലിട്ടെടുക്കുന്നത്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷേപ്പ് ചെയ്യില്ല, ഇത് കുറച്ച് ലൂസിൽ കിടക്കുന്ന ഡ്രസ്സായതുകൊണ്ട് നമ്മൾ ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി. കുട്ടികളാകുമ്പോൾ കുറച്ച് ലൂസിൽ കിടക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ താഴെ ഫ്രില്ല് വയ്ക്കുന്നത് റൗണ്ടിലാണ് കേട്ടോ ഫ്രില്ല് വയ്ക്കുന്നത്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞേക്കണ ഇതാണ് പീസ്. 100 ഇഞ്ച് വിഡ്ത്തും 3.5 ഇഞ്ച് ലെങ്ത്തുമാണ് എടുത്തിരിക്കുന്നത്. അതായത് താഴേക്ക് വരുന്നത് 3.5 ഇഞ്ചും സൈഡിലേക്ക് വരുന്നത് 100 ഇഞ്ചും. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ 1/4 ഇഞ്ചിൽ അടി മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് നമുക്ക് ഫ്രില്ലിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രില്ലിട്ടെടുത്തിട്ട് ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിൽ നമ്മൾ വേറെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട്
അതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് എടുത്തേച്ചാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞ കറക്റ്റ് അളവ് ചിലപ്പോൾ നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. എന്നാലും അങ്ങനെ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇത് വെക്കേണ്ടതായിട്ടുള്ളതുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴെ ഞാനൊന്ന് വെച്ചതിന് ശേഷം ഫ്രില്ലിൻ്റെ നല്ല വശവും നമ്മുടെ ഫ്രോക്കിൻ്റെ നല്ല വശവും ഒരേപോലെ വെച്ചതിന് ശേഷം ഫുള്ളായിട്ട് 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് തയ്ക്കുന്നതിന് അത്യാവശ്യം ഒരു 1.5 മീറ്റർ തുണി വേണം. എന്നാലാണ് കുറച്ച് ഫ്രില്ല് അധികം ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.